ചേട്ടാ എന്തൊക്കെയുണ്ട്? ഇത് ഗോപ്രോ. ഓ ഞാൻ എന്നെ എടുക്കാതിരുന്നല്ലേ, ഒന്ന് പരിചയപ്പെടുത്തി എവിടെയാണ് നാട്ടില്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയല്ലോ. എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ഇനി നമുക്ക് ലൊക്കേഷൻ കിട്ടിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ 2-3 സ്ഥലത്തൊക്കെ ജോലി എടുത്തപ്പോഴത്തേക്ക് നല്ല കഷ്ടപ്പാടൊക്കെ കിട്ടി. പക്ഷെ ഇപ്പൊ അതെ വെറുതെ റൂമിൽ കുത്തിയിരിപ്പാണ് ഇപ്പോഴത്തെ എന്റെ ജോലി. ഫുഡും ഇതാണ് ജോലി. അതാണ് നമ്മളെ മേഡത്തിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ചേട്ടൻ എന്റെ കൂടെ വ്ലോഗ് തുടങ്ങുമെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും പോയി ബെല്ലടിക്കാം ഗൈസ്. അപ്പൊ നമ്മള് സാധനങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് പോസ്റ്റായി, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പം നേരെ നമ്മള് ലൊക്കേഷൻ നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവിടെ റൂം ഗൈസ്. നമ്മളെ നാട്ടിലെ മുരിങ്ങക്കയൊക്കെ നിൽപ്പുണ്ട് വീടിന്റെ ഫ്രണ്ടിൽ. ആ കാണുന്നത് മുരിങ്ങക്കയാണ് കേട്ടോ. കിടന്നിറങ്ങുന്ന മേടത്തിനെ വിളിക്കുന്നതാണ് ഗൈസ്. ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഹലോ Amira ki adibe tindilba ana sai jaras mati കാണു പറയുന്നൊരു പിള്ളേരെ വാക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കണോന്ന് പറയാനതാ. നമ്മൾ ഈ വഴിയാണ് വന്ന വഴി തന്നെ പോവാം ഗൈസ്. വന്ന് നമ്മളിപ്പോ ഖത്തർ എയർപോർട്ടിലാണ് എത്തിയിരിക്കുന്നത്. എയർപോർട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. ഇവിടെ ഒരു പ്രത്യേക സുഖമാണ്. ഭയങ്കര സുഖമാണ്, മനസ്സിനൊരു കുളിർമയും. ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ്. ഇവിടെ എല്ലാം ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ കാറ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടേക്കുന്നതൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. പക്ഷെ ക്യാമറ ഒക്കെ വാങ്ങണം. നമ്മൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ നമ്മളെ ഇതുപോലെ കൊണ്ടുവന്ന് ഇവിടെ ഇതിനൊക്കെ ഡ്രോപ്പ് ചെയ്ത് മുല്ലപ്പൂ വെച്ചു. നല്ല ചൂടാണ് വെളിയിൽ. അപ്പൊ ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടി നല്ല നാരങ്ങളും കിട്ടുമെന്ന് നോക്കാം. ചേട്ടൻ അറിയാവുന്ന കടയിൽ ഏതെങ്കിലും ചോട്ടനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു എയർപോർട്ട് ട്രിപ്പ് ആയിപ്പോയി.